ഹലോ, എന്താ വിശേഷം? ഇത് നമ്മുടെ 22ാമത്തെ പാർട്ടാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കല്ലേ. എന്താ എന്താ പറ്റിയേ? ശിവ ടെൻഷനോടെ ചോദിച്ചുവെങ്കിലും അവളൊന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. ഇടയ്ക്ക് അവളിൽ നിന്നും തേങ്ങലുകൾ ഉയരുന്നുണ്ട്. ഡീ, നിന്നോട് ചോദിക്കണ എന്താ പറ്റിയെന്ന്? എന്തിനാ നീ കരയണേ? അവരെ നിന്നെ ഉപദ്രവിച്ചോ? ശിവ വീണ്ടും ചോദിച്ചു. അടുത്ത നിമിഷം പാർവണ കരഞ്ഞുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ശിവ ഞെട്ടിത്തെറിച്ചു നിന്നു. തുമ്പി, എന്താ പറ്റിയേ? പാർവണയെ അന്വേഷിച്ചു വന്ന രേവതി ശിവയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവളെയാണ് കണ്ടത്. തുമ്പി, രേവതി പാർവണയെ ശിവയിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴും അവളുടെ ഒരു കൈ ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. എന്താ ശിവ, എന്താ പാർവണിക്ക് പറ്റിയേ? ദേവയാണോ അത് ചോദിച്ചത്? എനിക്കറിയില്ല ദേവ, ഞാൻ വരുമ്പോ 4-5 പേര് ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ അവരോടി. ദാ ഇവള് ഇവിടെ നിന്ന് കരയണുണ്ട്. ഓക്കെ രേവതി, പാർവണയും കൊണ്ട് വീട്ടിലേക്ക് പൊക്കോളൂ. ഞാൻ ഡ്രൈവറോട് നിങ്ങൾ വീട്ടിലാക്കി തരാൻ പറയാം. ദേവ അത് പറഞ്ഞതും രേവതി പാർവണയും കൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോഴും പാർവണയുടെ കൈ ശിവയെ വിട്ടിരുന്നില്ല. രേവതി അവളെ കൊണ്ട് പോകുന്നതിനനുസരിച്ച് ശിവയുടെ കയ്യിൽ നിന്നും അവൾ പതിയെ കൈ അയഞ്ഞു. അവൻ്റെ വിരൽ തുമ്പിൽ നിന്നും അവളുടെ കൈ അകന്നതും ശിവയുടെ മനസ്സിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടം നിറഞ്ഞു നിന്നു. ദേവയുടെ ഡ്രൈവർ രേവതിയെയും പാർവണയും വീട്ടിലാക്കിക്കൊണ്ട് കൊടുത്തു. പാർവണ നല്ല സങ്കടത്തിലായിരുന്നതിനാൽ എന്താ കാര്യമെന്ന് രേവതി ചോദിക്കാൻ പോയില്ല. പാർവണ വന്നതും നേരെ ബെഡിലേക്ക് മറഞ്ഞു. തുമ്പി, എണീക്ക്, എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ. രേവതി അവളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പാർവണ ബെഡിൽ എഴുന്നേറ്റിരുന്ന് രേവതിയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? രേവതി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല എന്ന രീതിയിൽ പാർവണ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. പാർവണ ഫ്രഷായി വന്ന് വീണ്ടും ബെഡിലേക്ക് കിടന്നു. രേവതി നേരെ പാർവണയുടെ ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. ശേഷം എന്താണ് പാർവണയ്ക്ക് പറ്റിയതെന്ന് അറിയാനായി കണ്ണനെ വിളിക്കാൻ വേണ്ടി കോൾ ലിസ്റ്റ് എടുത്തതും അമ്മയുടെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു. അമ്മയായിരുന്നു അതെന്ന് മനസ്സിലായതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ ചെയ്ത് നിനക്കെന്താ തുമ്പി, കോൾ എടുക്കാൻ അറിയില്ലേ? അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മ, ഇത് ഞാനാ, തുമ്പി ഉറങ്ങിയിട്ടാ. ആണോ, ഉറങ്ങിയോ? അതെ അമ്മ. എന്തമ്മ ഈ സമയത്ത് പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിളിക്കാം, രേവതി അമ്മയോട് ചോദിച്ചു. ഏയ് വേണ്ട മോളെ, അവള് കിടന്നോട്ടെ, അവളുടെ റിസൾട്ട് വന്നൂലേ? അത് കേട്ടതും രേവതി ഒന്ന് ഞെട്ടി. അത് അത് പിന്നെ ഞാനെല്ലാം അറിഞ്ഞു. അവള് വീണ്ടും തോറ്റൂലേ? അവള് നന്നായി എക്സാം എഴുതിയതായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇനി ഒന്നുകൂടെ എഴുതും, അതിലെന്തായാലും പാസ്സാവും അവള്, രേവതി അമ്മയെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അമ്മ അവളെ ചീത്ത വല്ലതും പറഞ്ഞോ? വന്നപ്പം മുതൽ അവൾ ആകെ മൂഡ് ഓഫാണ്. ഹേയ്, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബവും പയ്യനൊക്കെ നല്ലതാണ്. അവളുടെ അച്ഛന് നല്ല താല്പര്യമുണ്ട്. അവളിപ്പോ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ അമ്മ. ഈ ജോലി 2 വർഷം നിർബന്ധമായിട്ടും ചെയ്യണം. ബോണ്ട് സൈൻ ചെയ്തിട്ടുണ്ട്, രേവതി പറഞ്ഞു. അത് കുഴപ്പമില്ല മോളെ, എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ സപ്ലൈ ചെയ്ത് നടക്കുക. ഇനി വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ എഴുതാലോ. പിന്നെ ജോലി, പയ്യന്റെ വീട് തൃശ്ശൂര് തന്നെയാ, അതുകൊണ്ട് ജോലി തുടരുകയും ചെയ്യാലോ. മോൾക്കൊന്ന് അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ? അമ്മ അവളോട് അപേക്ഷപൂർവ്വം പറഞ്ഞു. ഞാൻ എന്തായാലും അവളോട് പറയാമ്മ, ഇപ്പൊ ഫോൺ വെച്ചോളൂ, രേവതി അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ ഇതായിരുന്നല്ലേ അവൾ സങ്കടപ്പെട്ടു നടന്നതിന് കാരണം? രേവതി ഓരോന്നാലോചിച്ച് റൂമിലേക്ക് നടന്നു. പാർവണ നല്ല ഉറക്കത്തിലായിരുന്നു. രേവതി ഫോൺ ടേബിളിന് മുകളിൽ വെച്ച് അവളുടെ അരികിൽ വന്നിരുന്നു. പതിയെ അവളുടെ നെറുകയിൽ തലോടി. പാവം, അവൾ കരഞ്ഞ് തളർന്ന മുഖത്തേക്ക് നോക്കി രേവതി സ്വയം പറഞ്ഞു. രാവിലെ രേവതിയെ വന്ന് വിളിച്ചപ്പോഴാണ് പാർവണ കണ്ണു തുറന്നത്. നീ എണീക്കുന്നില്ലേ തുമ്പി? ഓഫീസിൽ പോകാൻ സമയായി.
അത് പറഞ്ഞ് രേവതി കുളിക്കാനായി ഡ്രസ്സുമായി കുളിമുറിയിലേക്ക് പോയി. പാർവണ എഴുന്നേറ്റ് മുഖം എല്ലാം കഴുകി ഫോൺ എടുത്ത് നോക്കി. കണ്ണൻ്റെ 2 മിസ് കോളും അമ്മയുടെ 5-6 കോളും ഉണ്ട്. അവൾ ഫോൺ ടേബിളിലേക്ക് തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. മുകളിലത്തെ നിലയിലായതിനാൽ ഫ്രണ്ട് സൈഡിൽ ബാൽക്കണി പോലെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അവൾ അവിടെ ചെന്ന് കുറച്ചു നേരം നിന്നു. രാവിലത്തെ തണുത്ത കാറ്റ് മെല്ലെ വീശിയതും അവൾക്കെന്തോ ഒരു പുത്തൻ ഉണർവ് തോന്നി. കാറ്റിൻ്റെ തണുപ്പ് കാരണം അവൾ 2 കൈകളും കൂട്ടിത്തിരുമി മുഖത്ത് വെച്ചു. അപ്പോഴാണ് റോഡിലൂടെ മോർണിംഗ് വാക്കിന് പോകുന്ന ശിവയെ അവൾ കണ്ടത്. ജോഗിൻ ഡ്രസ്സിൽ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങിയ ശിവ പാർവണിയുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കി. ശിവ നോക്കുന്നത് അറിഞ്ഞിട്ടും അവൾ വേഗം അടുത്തുള്ള തൂണിൻ്റെ മറവിലേക്ക് ഒളിച്ചു നിന്നു. ഇന്നലെ പെട്ടെന്നുള്ള സങ്കടത്തിലാണ് ശിവയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എന്തോ ഒരു നാണക്കേട് പോലെ. ശിവ മുന്നോട്ട് നടന്നെങ്കിലും ഇടയ്ക്ക് പാർവണയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പാർവണയ്ക്ക് എന്തോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. എനിക്ക് ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ട് അവൾ റൂമിലേക്ക് തിരിച്ചു നടന്നു. അമ്മയായിരുന്നു വിളിച്ചത് എന്ന് മനസ്സിലായതും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടേബിളിന് മുകളിലേക്ക് തന്നെ വെച്ചു. രേവതി കുളി കഴിഞ്ഞിറങ്ങിയതും പാർവണ തൻ്റെ ഡ്രസ്സുമായി കുളിക്കാൻ കയറി. രേവതിക്ക് അമ്മ പറഞ്ഞ കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും രാവിലെ തന്നെ അവളുടെ മൂഡ് കളയണ്ടായെന്ന് കരുതി അതേക്കുറിച്ച് രേവതി പറയാൻ പോയില്ല. പാർവണ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം രേവതി ടേബിളിന് മുകളിൽ എടുത്തു വെച്ചിരുന്നു. ഓഫീസിലേക്ക് പോകാൻ റെഡിയായ പാർവണ നേരെ ഭക്ഷണം കഴിക്കാനായി വന്നു. സാധാരണ ദിവസങ്ങളിൽ ചെവിക്കൊരു സമാധാനം തരാതെ ഏത് സമയം സംസാരിക്കുന്ന പാർവണ അന്ന് സൈലന്റ് ആയിരുന്നു. രേവതിക്ക് അതെന്തോ സങ്കടം തോന്നി. 10 മണിക്ക് ഓഫീസിലെത്തിയാൽ മതിയെന്ന് ശിവ പറഞ്ഞുവെങ്കിലും പാർവണ രേവതിക്കൊപ്പം തന്നെ ഓഫീസിലേക്ക് പോയി. താഴെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നതിനുള്ള ചെയറിൽ പാർവണ ചെന്നിരുന്നു. സമയം 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. രേവതിയാണെങ്കിൽ ഓഫീസിനുള്ളിലേക്ക് കയറുകയും ചെയ്തു. അവൾ ചെയറിലേക്ക് തല ചാരി വെച്ച് പതിയെ കണ്ണുകൾ അടച്ചു. വീട്ടിലുറങ്ങാൻ സ്ഥലമല്ലേ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കിടന്നുറങ്ങണേ? ആരുടെ ശബ്ദം കേട്ടാണ് പാർവണ കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോൾ മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന ശിവയും അവൻ്റെ അടുത്ത് തന്നെ ദേവിയുമാണ് അവൾ കണ്ടത്. ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണടഞ്ഞു പോയതാണ്. മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. തൻ്റെ മൂഡ് ഓഫ് ഇതുവരെ മാറിയില്ലേ? ദേവ അവളെ നോക്കി ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ. താനിങ്ങനെ വെറുതെ വിഷമിക്കാതെ. ഏതോ കൾച്ചറില്ലാത്ത 4 പേർ അങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് വെച്ച് താനിങ്ങനെ ഇരിക്കാതെടോ. ദേവ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം ഓഫീസിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഓഫീസിനുള്ളിൽ നിന്ന് രേവതി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ദേവിയോട് എന്തോ പറഞ്ഞതിന് ശേഷം രേവതി പാർവണയുടെ അരികിൽ വന്നിരുന്നു. തുമ്പി, പാർവണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രേവതി വിളിച്ചു. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന എനിക്ക് ദേഷ്യം വരൂട്ടാ. ഇന്നലെ നീ ഉറങ്ങിക്കഴിഞ്ഞ് അമ്മ വിളിച്ചിരുന്നു. അമ്മ എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. അതോർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ സമ്മതമില്ലാതെ ആരും നിന്റെ കല്യാണം നടത്തില്ല. ഞാനല്ലേ പറയണേ? രേവതി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടി, വീട്ടിലെല്ലാം ഉറപ്പിച്ച മട്ടാന്ന് പറഞ്ഞ് എനിക്കൊന്ന് പേടിയാവുണ്ട്. നീ ഇങ്ങനെ പേടിക്കില്ലേ, ഞാനില്ലേ കൂടെ. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ പോവാൻ നോക്കിയേ. അവിടെ ശിവസാറ് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. രേവതി പുറത്ത് നിൽക്കുന്ന ശിവയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്ത് പറ്റുന്നില്ല, പാർവണ സങ്കടത്തോടെ പറഞ്ഞു. അതൊക്കെ പറ്റും, ഞാൻ കാണിച്ചു തരാം. അത് പറഞ്ഞ് രേവതി അവളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി. അതോടെ അത്ര നേരം വാടിയ മുഖത്തോടെ ഇരുന്ന പാർവണ മുഖത്ത് ചിരി തെളിഞ്ഞു. അവളെ കാണാതെ അകത്തു നിന്നു വന്ന് ശിവ കാണുന്നു. പാർവണയെ ഇക്കിളിപ്പെടുത്തുന്ന രേവതിയെയും നിഷ്കളങ്കമായ ചിരിക്കുന്ന പാർവണിയായിരുന്നു. ശിവയെ കണ്ടതും പാർവണിയുടെ ചിരി പെട്ടെന്ന് നിന്നു. എൻ്റെ തുമ്പിപ്പെണ്ണ് ഹാപ്പിയായി, പോയിട്ട് വാട്ടാ. അത് പറഞ്ഞ് രേവതി പാർവണിയെ ശിവയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പോകാം, ശിവ അവളെ നോക്കി ചോദിച്ചു. പാർവണ തലയാട്ടി. ശിവ നേരെ കാറിനടുത്തേക്ക് നടന്നു.
പാർവണ ശിവയ്ക്ക് പിന്നാലെ പുറത്തേക്ക് പോയതും രേവതി നേരെ ഓഫീസിലേക്ക് പോയി. ഇവളെന്താ എന്തോ പോയി അണ്ണാനെ പോലെ ഇരിക്കണേ? ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന പാർവണയെ നോക്കി ശിവ ആലോചിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ 10 മണിയായിട്ട് വന്നാതീന്ന്, പിന്നെന്തിനാ ഇത്ര നേരത്തെ വന്നിരിക്കണേ? ശിവ ശാന്തമായി ചോദിച്ചു. അത്തരത്തിൽ ശിവ ആദ്യമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അത് കേട്ട് ഒരു നിമിഷം പാർവണ വിശ്വസിക്കാൻ കഴിയാതെ ശിവയെ തന്നെ നോക്കിയിരുന്നു. നിനക്കെന്താ ചെവി കേക്കില്ലേ? ആ സാർ, അത് പിന്നെ രേവതി ഓഫീസിൽ വന്നാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുവേ. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല, അതാ ഞാൻ അവളോടൊപ്പം വന്നേ. അവൾ മുഖത്തെ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് അവളൊന്നും സംസാരിച്ചില്ല. ശിവ കാറിൽ പാട്ട് വെച്ചു. ആ ഗാനം കാറിനുള്ളിൽ ഒഴുകി നടന്നു. പാർവണ സീറ്റിലേക്ക് തല ചായച്ചു വെച്ച് പാട്ട് ആസ്വദിച്ചു. ഒപ്പം ശിവ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു പാട്ടായിട്ട് നാളെ വരാം. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത്. ബൈ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.